ഇന്ന് വീണ്ടും നമ്മൾ അൾസർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴിയിൽ വ്യത്യസ്ത കാഴ്ചകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് ബാങ്കാണ് HSBC കാണാം നിങ്ങൾക്ക്. HSBC ബാങ്ക്, അതുപോലെ ലോയിഡ്സ് ബാങ്ക് കാണാം. രണ്ട് ബാങ്കുകളും ഇംഗ്ലണ്ടിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ബാങ്കുകളാണ്. നിരവധി ആൾക്കാർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി സെൻ്ററിന് അടുത്തുള്ള പ്രധാനപ്പെട്ട ഏരിയയിലാണ് നമ്മളിപ്പോഴുള്ളത്. വഴിയിലൂടെ നമുക്ക് ട്രെയിൻ റോഡിലൂടെ പതുക്കെയാണ് ട്രെയിനും ബസ്സൊക്കെ പോകുന്നത് എന്നതാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ആൾക്കാർ പലപ്പോഴും നടത്തം, അതുപോലെ സൈക്കിൾ യാത്ര ഇഷ്ടപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പലരും നടത്തവും ബൈസിക്കിളുമായിട്ടുള്ള യാത്രയാണ്. പിന്നെ പൊതുവാഹനങ്ങളായ ബസ്, ട്രെയിന്, ഇതാണ് കൂടുതൽ എല്ലാ സൗകര്യത്തോടു കൂടി ഉണ്ട് എന്നതും ഇംഗ്ലണ്ടിൻ്റെ ചില പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആപ്പിൾ ഫോൺ എല്ലാവർക്കും വളരെ ഇന്ന് താല്പര്യത്തോടെ കാണുന്ന ഐഫോണിൻ്റെ ഷോറൂമാണിത്. ഇംഗ്ലണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഐഫോൺ ഷോറൂം. വ്യത്യസ്ത ലേറ്റസ്റ്റ് മോഡലുകളിലുള്ള ഐഫോണുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിലെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഷോറൂമാണ് ആപ്പിൾ ഫോൺ, ലേറ്റസ്റ്റ് മോഡൽസ്. ബാങ്കിങ്ങിലും അതുപോലെ ബിസിനസ്സിലും ഷോപ്പിങ്ങിലൊക്കെ ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ടെസ്കോ എക്സ്പ്രസ് എന്ന് കാണാം. ടെസ്കോ എക്സ്പ്രസ് നിരവധി ATM കൗണ്ടറുകൾ ഇംഗ്ലണ്ടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ടെസ്കോയിലുണ്ട്. പലരും പണം എക്സ്ചേഞ്ച് ചെയ്യാൻ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള പണം, അതുപോലെ ഇംഗ്ലണ്ടിലെ പൗണ്ട്, ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്കോ ATM കൗണ്ടറാണിത്. അതുപോലെ ATM കൗണ്ടർ പോലെ അവിടുത്തെ ഉൾഭാഗം ടെസ്കോ എക്സ്പ്രസിൻ്റെ ഉൾഭാഗത്താണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ബിസിനസ്സും ഷോപ്പിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പൗണ്ട് സ്ട്രോങ് പൗണ്ട് എന്ന് പറയാം. കാരണം വാല്യൂ കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങളിലെ കറൻസിയായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് ഇതിൻ്റെ വാല്യൂ. അതും ശ്രദ്ധിക്കപ്പെടുന്നൊരു കാര്യമാണ്. അത് ഇവിടെ സാമ്പത്തിക വളർച്ചയ്ക്കും മറ്റ് ബിസിനസ് മേഖലകളുടെ മുന്നേറ്റത്തിനും ടൂറിസ്റ്റുകളുടെ വരവ് പോക്കിനെയൊക്കെ അനുകൂലമായി തീരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ നിവാസികൾക്ക് യാത്ര സൗകര്യമാക്കാൻ ഇവിടുത്തെ പൗണ്ട് മൂല്യം കൂടുതലാണ് എന്നത് ഒരു കാരണമാകുന്നുണ്ട്. കാരണം അവർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, മറ്റ് കറൻസിയുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കൂടുതൽ കറൻസി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് എയർ ബുക്കിങ്ങിനും അക്കോമഡേഷനും ഡൈനിങ്ങിനൊക്കെ വളരെ എളുപ്പമാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൾസർ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അൾസർ യൂണിവേഴ്സിറ്റി പോകുന്ന വഴി തന്നെയാണ് മ്യൂസിയം, ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട മ്യൂസിയം, അതുപോലെ ആർട്ട് ഗാലറിയൊക്കെ ഉള്ളത്. അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് വീണ്ടും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.